വീട് കൊടുത്ത ലുദിയ. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ തുയത്തൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന പേരുള്ളൊരു ദൈവഭക്തയായ സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് ലുദിയായുടെ ഹൃദയം തുറന്നു. ലുദിയായും കുടുംബവും സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്തയെന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീനെന്ന് അപേക്ഷിച്ചു. ഞങ്ങളെ നിർബന്ധിച്ചു. ഒരു ലുദിയ ഇവിടെ ഒരു വീട് ദൈവദാസന്മാർക്ക് വേണ്ടി, സുവിശേഷകന്മാർക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. പിന്നത്തേതിൽ ആ വീട്ടിലാണ് ഫിലിപ്പിയായിലെ ചർച്ച് ഉണ്ടായത്. ആ ചർച്ച് ഒരു ഹെൽത്തി ചർച്ചായിരുന്നു. ആ ചർച്ചിൽ നിന്ന് തെസ്സലോനിക്കായിൽ ഒരു ചർച്ച് ഉണ്ടാക്കപ്പെട്ടു. പിന്നീട് പല സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചു. ഈ ചർച്ചിൻ്റെ സ്വാധീന നിമിത്തം തെസ്സലോനിക്ക ചർച്ചും ഒരു മിഷണറി ചർച്ചായി വളർന്നു. അവിടെ നിന്ന് സുവിശേഷം മുഴങ്ങിച്ചെന്നു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. ഒരു ലുദിയ ഹൃദയം തുറന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ, എന്തെല്ലാം ചലനങ്ങൾ, തുടർ ചലനങ്ങൾ ഉണ്ടായി. ഇതിൻ്റെ കാരണം എന്താണ്? അന്ത്യോക്യയിലെ സഭയിൽ നടന്ന ഒരു ഉപവാസ പ്രാർത്ഥന. ആ ഉപവാസ പ്രാർത്ഥനയുടെ ഒടുവിൽ അല്ലെങ്കിൽ ഇടയിൽ ചില മിഷണറിമാരുടെ പേര് വിളിച്ചു പറയുകയും അവരെ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിച്ച് അയക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ആ യാത്രയിൽ അവർ ചില സ്ഥലങ്ങളിൽ പ്രസംഗിച്ച് വരവേ അദൃശ്യനായ പരിശുദ്ധാത്മാവ് സംഘത്തലവനോട് ഇടപെട്ടു. ഇവിടുത്തെ പ്രസംഗം മതിയാക്കി യൂറോപ്പിലേക്ക് പോകുക എന്ന് ബോധ്യപ്പെടുത്തി. അങ്ങനെ യൂറോപ്പിലേക്ക് പോകുവാനുള്ള ആദ്യ കാൽവെപ്പ് എന്ന നിലയിൽ മാസിഡോണിയയിലെ ഫിലിപ്പിയ പട്ടണത്തിൽ ചെന്ന് ഇറങ്ങുന്നു. ആ യാത്ര കപ്പലിൽ ആയിരുന്നു. വില്യം കേറിയുടെ യാത്രയെക്കുറിച്ച് പറഞ്ഞാണല്ലോ ഈ ഒരു സന്ദേശത്തിലേക്ക് നാം കയറിയത്. പൗലോസിനെ പോലെ വില്യം കേറിയും ജലമാർഗമായിരുന്നു സഞ്ചരിച്ചത്. ഇപ്പോഴും മര്യാദയ്ക്കുള്ള റോഡുകളില്ലാത്ത, കുണ്ടും കുഴിയുമുള്ള, മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെ സഞ്ചരിക്കുന്ന കുഞ്ഞു വഴികളിലൂടെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. 2026 അങ്ങനെയാണെങ്കിൽ 200 കൊല്ലം മുമ്പ് എങ്ങനെ അതുവഴി യാത്ര ചെയ്യും? അതുകൊണ്ട് ജലമാർഗമായിരുന്നു അവരുടെയൊക്കെയും സഞ്ചാരം. ഈ പുഴയുടെ അരികിലൂടെ കുറേ ദൂരെ അപ്പുറത്താണ് വില്യം കേറിയുടെ ഇളയ കുഞ്ഞിനെ അടക്കം ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അന്ന് പൗലോസ് പോയതുകൊണ്ട്, അന്ന് അന്ത്യോക്യ സഭ അവരെ അയച്ചതുകൊണ്ട്, ഒരു ലുദിയ സുവിശേഷം കേൾക്കാനും ലുദിയായുടെ വീട് തുറന്നു കൊടുക്കാനും, ഒരു ചർച്ച് ഉണ്ടാകാനും അതിൽ നിന്ന് ചർച്ചുകൾ ഉണ്ടാകാനും ഇടയായതിനാൽ അരുമനാഥൻ്റെ കൽപ്പന നിറവേറ്റപ്പെടുകയും സ്വർഗം സന്തോഷിക്കുകയും അനേകം മനുഷ്യർ സമാധാനവും ആശ്വാസവും പ്രാപിക്കുകയും ചെയ്തു. നമുക്കും പോകാം.
നമുക്കും അയക്കാം, നമുക്കും പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു.